കുറവാ. അല്ല ഇപ്പോഴ ഇന്റർവ്യൂലോ മസ്താനി കണ്ടെന്നാണോ? പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്. ഓ, പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ കിട്ടിയില്ല, തൽക്കാലം ഇവനൊക്കെ ചടിച്ചു. നിങ്ങൾ മലയാളീസ് ആണോ എന്ന് കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. എന്റെ സിംഗിൾ വീഡിയോസ് ഒക്കെ കാണുന്ന പൊതുവെ ആൾക്കാർ തമിഴനാണോ തെലുങ്കാനാണോ ചോദിക്കുന്നത്. ഗേൾസിന് ഏറ്റവും കൂടുതൽ ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ആരോടാ? ശ്രീകുട്ടനോട്. ആണോ? അതെ. പിന്നെ വന്ന ഒരു കമന്റ് ആണ്, ഇതിൽ ആര് നോക്കും എന്നാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ആരാണോ ഇഷ്ടം നിങ്ങൾ അവരെ അങ്ങനെ എന്നെ നോക്കും എന്നെ നോക്കും പറയും. പറയുന്നുണ്ട് എന്നെ നോക്ക് എന്നെ നോക്ക്. അപ്പോഴും നീ എന്നെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ രോമാഞ്ച കഞ്ചുകമായ ഇൻസ്റ്റഗ്രാമിൽ ഡാൻസ് ചെയ്ത് തകർക്കുന്ന എല്ലാ ഗേൾസും ഇവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവർ മലയാളീസ് ആണോ, ഇതിൽ ആരെയാ ഞങ്ങൾ നോക്കുക, ഇവർ സിംഗിൾ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പം ഇൻസ്റ്റയിൽ ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഡാൻസേഴ്സ് ആണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, മുഫാസ് ആൻഡ് ശ്രീഹരി. ഹായ്. എങ്ങനെയുണ്ടോ പെൺകുട്ടികളുടെ രോമാഞ്ച കഞ്ചുകമായിട്ടുള്ള ജീവിതം? ഇല്ലത്തെ ബട്ടിന് പുറത്തറിയണ്ട. സത്യം. എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് നമ്മളിങ്ങനെ ഡാൻസ് എന്ത് ചെയ്യണം നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ കളിക്കാന്ന് പറഞ്ഞ സജഷൻ വന്നു. ആ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. എന്താ ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കണേ. ഗേൾസിന് പോലും ഇല്ല ഫ്ലെക്സിബിലിറ്റി. എന്താ എന്റെ രഹസ്യം? ഒന്നുമില്ല, നമ്മള് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. നമ്മള് ഇത് ശരിക്കും നമ്മൾ ഇതല്ല പ്ലാൻ ചെയ്തത്. വേറൊരു ഡാൻസ് മറ്റേ സെയിം കോസ്റ്റ്യൂമിൽ നമ്മള് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് കനിമാസം അത് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അത് ചെയ്തതിന് ശേഷം ഇത് വെറുതെ എടുത്തതാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മളത് ഷൂട്ട് ചെയ്തു. അത് 15 സെക്കൻഡ് അങ്ങനെ എന്തേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ കൊറിയ ആയതുകൊണ്ട് നമ്മളത് ചെയ്തു. നമ്മളത് ചെയ്തിട്ട് ഇങ്ങനെ ഇനി സമയം ഉണ്ടല്ലോ, നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യായിരുന്നു. അപ്പോഴാണ് ഈ സോങ് ഓൾറെഡി ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യുക, ഇതിനാണെങ്കിൽ പ്രോപ്പർ ഒരു സ്റ്റെപ്പ് ഒക്കെ നമ്മള് ചുമ്മാ അങ്ങ് ചെയ്തു. പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ഒന്നുമില്ല. നമ്മള് ഓൾറെഡി ഡ്രസ്ഡ് അപ്പ് ആണ്, ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഓൺ ചെയ്തു, എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്തു. ആ സമയത്ത് വരുന്ന സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്തു. പക്ഷെ അത് ഭയങ്കര ഹിറ്റായി. 38 മില്യൺ. എന്താടാ എപ്പോഴാ നമ്മളൊക്കെ തലവത്തി എന്നിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ കേറാറില്ല. ഇതുപോലെ തട്ടിക്കൂട്ടി നമ്മള് ദിവസങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊന്നും ചിലപ്പോ ഇങ്ങനെ ഒന്നും പോകത്തില്ലേ. ഇത് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് ഇതങ്ങ് കേറി. ഓക്കെ, ഞാനിങ്ങനെ നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കുമ്പോ കുറെ ഗേൾസ് ആണ് തീയിടുന്നതും മെസ്സേജ് ചെയ്യുന്നതും. നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും കുറെ അറിയാനുണ്ട്. അപ്പം എല്ലാ ഗേൾസിനെയും റെപ്രസെന്റ് ചെയ്ത് എന്താണ് അറിയാലോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോവാണ്. ആക്ച്വലി നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ് ഇപ്പോ. അവിടെ ഒരു ഫിറ്റ്നസ് കോച്ചായിട്ട് വർക്ക് ചെയ്യാണ് വൈറ്റ് ഫീൽഡ്. ഓക്കെ. ഞാനും ബാംഗ്ലൂർ തന്നെ അവിടെ ഒരു മെഡിക്കൽ കോഡർ ആയിട്ട് ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യും. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നത്? നിങ്ങൾ എങ്ങനെയാണ് മേജ് ആയത്? ഞങ്ങള് കോളേജ് മേറ്റ്സ് ആണ്, ക്ലാസ്മേറ്റ്സ് ആണ്. നമ്മൾ പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്. ഓ, പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ കിട്ടിയില്ല, തൽക്കാലം ഇവനൊക്കെ ചടിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഇയർ നമ്മൾ അങ്ങനെ വലിയ കമ്പനി ഇല്ല. പിന്നെ സെയിം ക്ലാസ് ആണെങ്കിലും വലിയ കമ്പനി ഇല്ല. സെക്കൻഡ് ഇയർ മുതലാണ് നമ്മൾ കമ്പനി തുടങ്ങുന്നത്.
പിന്നെ കോളേജിൽ നിന്ന് ഓരോ പിന്നെ പ്രോഗ്രാംസ് ക്ലാസ് കയറാണ്ടായി പഠിക്കാണ്ടായി. വഴി അങ്ങനെ തെറ്റി. ആ, എന്നിട്ട് കോളേജിൽ നമ്മൾ വെറുതെ പ്രോഗ്രാമിന് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട് ഡാൻസ്. അത് ആക്ച്വലി കോളേജിൽ നമുക്കൊരു ടീം ഉണ്ടായിരുന്നു, ഒരു കുളിർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടീം. നമ്മുടെ കുറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് നല്ല വൈബായിട്ടുള്ള കുറച്ച് പിള്ളേര്. നമ്മൾ അതേപോലെ തല്ലിപ്പൊളി നടക്കുന്ന നമ്മള് അങ്ങനെ ലൈക്ക് തുടങ്ങിയതാ. ഇപ്പൊ ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ സെൻഡ് ഓഫ് അല്ല, എന്തായാലും വെൽക്കം പാർട്ടി അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മള് എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മള് ഇൻസ്റ്റഗ്രാം കണ്ടവർക്കറിയാം, അതില് നമ്മള് സാരിയൊക്കെ കൊടുത്തിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. തിരുവാതിര ചെയ്തിരുന്നു. അത് ലൈക്ക് 2019 പോസ്റ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് നമ്മള് കോളേജിൽ ചെയ്തു. അത് പിന്നെ ഈ കോവിഡ് വന്ന് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ലൈക്ക് എല്ലാവരും കോളേജൊക്കെ മിസ് ചെയ്യുന്ന ടൈമാണല്ലോ. അപ്പോൾ എല്ലാവരും കോളേജിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ കുറച്ച് ഇങ്ങനെ ഷോർട്സ് ഉണ്ട്, നമ്മൾ സാരി കൊടുത്തിട്ട് സ്റ്റേജിലോട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഒരു ചെറിയൊരു വീഡിയോ. അത് ലൈക്ക് 10 മില്യൺ അങ്ങനെ എന്തോ പോയി. ആ സമയത്ത് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ബാൻ ചെയ്ത് പോയി. ഇൻസ്റ്റഗ്രാമിലും അത് ഭയങ്കര റീച്ച് ആയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 2000 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ സെലിബ്രിറ്റി. പിന്നെ എൻ്റെ വീഡിയോസും കുറേയൊക്കെ റീച്ച് ആയി. അങ്ങനെ മെല്ലെ മെല്ലെ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. പിന്നെ ആ ലൈക്ക് അതിൻ്റെ കണ്ടിന്യൂഷനും നമ്മൾ ഇട്ടു, ആ തിരുവാതിരയുടെ ആ സാരി ഡാൻസിൻ്റെ. അപ്പോൾ അതെല്ലാം ഭയങ്കര റീച്ചായി. അപ്പൊ അങ്ങനെയാ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നത് തുടക്കത്തില്. പിന്നെ എൻ്റെ വീഡിയോസും എല്ലാം കണ്ടിന്യൂസ് റെഗുലർലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായി. ഞാൻ ബാംഗ്ലൂർ എത്തി ആദ്യം. ഞാൻ എത്തി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവൻ വരുന്നത്. കൂടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് നമ്മളുടെ വീഡിയോ ചെയ്യുന്നത്, അർജുൻ എന്നാണ് പേര്. പിന്നെ അക്ഷയ്, അവനാണ് നമ്മുടെ ക്യാമറമാൻ. നമ്മൾ പിന്നെ 4 ആൾക്കാരും കൂടി ബാംഗ്ലൂരിൽ ഒരുമിച്ച് സ്റ്റേ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്യണേ. അതും അത്യാവശ്യം വൈറലായി. രഞ്ജിതമേ ലൈക്ക് ട്രെൻഡിങ് സമയത്ത് നമ്മളത് 3 പേര്, ഞാനിവൻ അർജുൻ, നമ്മളിവിടെ ഷൂട്ട് ചെയ്തു. അത് 1 മില്യൺ ലൈക്ക് പെട്ടെന്ന് തന്നെ കയറി. പിന്നെ കൊള്ളാം, ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി, നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ നമ്മൾ 3 പേരും തന്നെ കുറേ വീഡിയോസ് ചെയ്തു, എല്ലാത്തിനും നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഇടയിൽ വെച്ച് അർജുന് ലൈക്ക് ജോലിയൊക്കെ സംബന്ധിച്ച് പുറത്ത് പോയി, ഇപ്പോൾ അവൻ ദുബായിലാണ്. അവനൊരു ഹായ് കൊടുക്കും, ഹാപ്പി. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ടുപേരും അതിനുശേഷം അവൻ പോയതിനു ശേഷം നമ്മൾ രണ്ടാളും മാത്രം ചെയ്യാൻ തുടങ്ങി. അർജുൻ, I miss you. We miss you, Arjun. We miss you, Arjun. Come back soon. അവന് സന്തോഷാവും. ഇപ്പൊ എത്ര ഇയേഴ്സ് ആയി ഇത് ഇൻസ്റ്റഗ്രാമില്? ഈ ഒരു അത് 2 വർഷം അല്ലേ, 2 വർഷമായിട്ടുണ്ടാവുള്ളൂ. 2 ഇയേഴ്സ് കൊണ്ട് ക്ലിക്ക് ആയി. ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ലൈഫ് ഒക്കെ? ബാംഗ്ലൂരിൽ ഇപ്പൊ ഫാൻസ് ഒക്കെ ആയി വന്നു, അല്ലെങ്കിൽ കേരളത്തിലാണോ ഫാൻസ്? അത് അറിയില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ ലൈക്ക് ബാംഗ്ലൂരിലാണ് കൂടുതലും, ഹിന്ദി നോർത്തിലെ ആൾക്കാർക്ക് കൂടുതൽ ലൈക്ക് മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ നിങ്ങൾ മലയാളീസ് ആണോന്ന് കുറെ ആൾക്കാർക്ക് ഡൗട്ട്. ഓയ്യോ, എന്റെ സിംഗിൾ വീഡിയോസ് ഒക്കെ കാണുന്നത് ലൈക്ക് പൊതുവെ ആൾക്കാർ തമിഴനാണോ തെലുങ്കാനാണോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മലയാളം സിംഗിൾ സോങ്സ് ചെയ്യുന്ന കുറവായിരിക്കും, ലൈക്ക് ഹിന്ദി, തെലുഗു, കന്നഡ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും തമിഴിനാണോ കന്നഡയാണോ അങ്ങനെയൊക്കെ ചോദിക്കും. അവർ അവരുടെ ലാംഗ്വേജിൽ തന്നെ കമന്റ് ഇടും. മനസ്സിലാവുന്നില്ല, തെറിയാണോ അല്ലോ എന്ന് അറിയില്ല, എന്നാലും നമ്മൾ ലൈക്ക് കൊടുക്കും. അറിയുന്നില്ലല്ലോ, നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന എന്ത് കമന്റ് ആണോ? ട്വിൻസ് ആണോ ചോദിച്ചിട്ട് കമന്റ് പറയാറ്. നിങ്ങളെ കാണാൻ നേരിട്ട് കാണാൻ ഇപ്പൊ മനസ്സിലാക്കി തോന്നുന്നുണ്ടോ നമ്മളെ? പക്ഷെ വീഡിയോസില് നിങ്ങളിങ്ങനെ മാറി മാറി പെട്ടെന്ന് മനസ്സിലായില്ല ആരാണ്. അത് ചോദിക്കാറുണ്ട്, അതിനെ കൂടുതലും ചോദിക്കാറ്. ഈ അടുത്ത് എൻ്റെ ഒരു ടീച്ചർ പണ്ട് പഠിപ്പിച്ച ടീച്ചർ തന്നെ ചോദിച്ചായിരുന്നു, എടാ അത് മുഫാസ് ആണോ? അത് ഞാൻ വിചാരിച്ചു നിന്നെ തന്നെ മുറിച്ച് വെച്ചാ, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നിങ്ങളുടെ വേറൊരു വീഡിയോ കാണാം. ഓക്കെ. മഴയത്ത് പോയിട്ട് ഇതൊക്കെ ഇപ്പൊ കളിക്കണോടെ. ഇവന്റെ ജിമ്മിലാണ് നമ്മൾ അതായത് ഷൂട്ട് ചെയ്യാറ്. ഈ വീഡിയോ ഇതല്ല, പൊതുവെ ഇപ്പൊ റീസെന്റ് കാണുന്ന എല്ലാം എന്റെ ജിമ്മിലാണ്. ഗ്രൂപ്പ് ക്ലാസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ സ്റ്റുഡിയോ സൽക്കാർ റെന്റിന് എടുക്കും, ഒരു 1 അവർ പോലെ. അങ്ങനെ ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റുഡിയോ എടുത്താണ് ഇത്. പക്ഷെ ഇത് കുറച്ച് ആ ഒരു ടൈമിലത്തെ അല്ലേ? പുഷ്പൊക്കെ അതാ ലുക്ക് വ്യത്യാസമുണ്ട്. ഇതില് ശരിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതിനുശേഷം മുടി വളർത്തിയത്. നിങ്ങള് മിക്ക വീഡിയോസിലും പല പല ലുക്കാ. അത് വെച്ചാൽ എന്റെ ഇവൻ ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇവൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറെ താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ ഭയങ്കര ഷോർട്ട് ഹെയർ ആയിരുന്നു, ഞാനിപ്പോ കുറച്ച് വളർത്തിയതാ. എന്താ മുടി വളർത്താനുള്ള ഒരു പ്രചോദനം? പണ്ട് നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു കോളേജിൽ നിന്ന്, ഞാൻ ഡൊണേറ്റ് ചെയ്തതാ.
ഇപ്പൊ പിന്നെ കുറച്ചുകൂടി വളർത്താൻ വിചാരിച്ചു. നല്ല രസമല്ലേ മുടി ഡാൻസിൽ? ആ മുടി നല്ല രസമുണ്ട്. അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോ ഇങ്ങനെ ഹെയർ നല്ല രസം അത് കാണാൻ. കുറെ ആൾക്കാർ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ഈ വീഡിയോ ഈ ഡാൻസും കൂടെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, സൂപ്പർ ഗൈസ്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഇവര് ഡാൻസ് കളിക്കാൻ പറയുമ്പോ ഓക്കെ ആണ് ഇവർ. അതാണല്ലോ ഡാൻസ് ആണല്ലോ നമ്മളെ മസ്താനിയുടെ മുന്നിൽ വരെ എത്തിച്ചത്. അതെ. നിങ്ങളപ്പോ എങ്ങനെ ഡാൻസ് പഠിച്ച ആൾക്കാരാണോ? അല്ല അല്ല പഠിച്ചിട്ടില്ല. ഓക്കെ. ആക്ച്വലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ കളരി ഞാൻ പണ്ട് മുതൽ ചെയ്യായിരുന്നു. അപ്പോൾ കളരിയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റീസൺ കളരിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു ഒരു ലൈക്ക് 10th ബിഫോർ അങ്ങനെ കളരി ചെയ്തു വന്നു. പിന്നെ കോളേജിലെത്തിയപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയുന്നത് കോളേജിലാണ്. അതിപ്പോൾ ഒരു 3-4 വർഷം 5 വർഷം മുന്നേ. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ടാലന്റ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന. ആ സമയത്ത് പറഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ഈ ലെവലുണ്ട് അപ്പോഴും അറിയില്ലായിരുന്നു. അല്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ ഡെയിലി നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ്, കാരണം നമുക്ക് നല്ല ഔട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ട്. അപ്പോൾ എത്ര സമയം എടുത്താലും എത്ര പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ആൾക്കാർക്ക് കൊടുക്കുന്നത് നല്ലതാണോ എന്നുള്ളതുകൊണ്ട് മാക്സിമം നമ്മൾ എഫേർട്ട് ഇടും. അപ്പം ഞാനായാലും ഇവനായാലും. ഞാൻ ചെയ്യട്ടെ, 5 വർഷം മുന്നേ കോളേജ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ ഏജ് എത്രയാ? എത്ര ഉണ്ടാവും? ഗസ് ചെയ്ത് നോക്കട്ടെ. 25, 26. ഇവന്റെ പറ. ഒരു 26. 25. 25. Going to be 25 on this May. Oh. 27th. ഞാൻ 27. വെറുതെ വൈക്കപ്പെട്ടു വന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ. ഞാനുണ്ടല്ലോ കുറച്ച് ടാഗ് ലൈൻസ് ഇങ്ങനെ പറയും, അത് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. നിങ്ങളിൽ ഏറ്റവും വലിയ കോഴിത്തരം കാണിക്കുന്ന ആരാ? സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഉണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ മെല്ലെ വന്നേ. അപ്പൊ ഏത് സിറ്റുവേഷനിലും അത് മനസ്സിലായി? കാണിക്കുന്ന കോഴിത്തരം എന്തൊക്കെയാ? കോഴിത്തരൊന്നുമില്ല. വളരെ മാന്യമായിട്ട് വായി നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ആരെയും ഇതുവരെ ശല്യപ്പെടുത്തിയിട്ടോ കമന്റ് അടിക്കും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മള് നല്ലത് കണ്ട ആസ്വദിക്കുന്നു. നമ്മൾ എല്ലാരും ചെയ്യുന്ന പരിപാടി. പിന്നെ പക്ഷെ ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ ഇത് നടക്കത്തില്ലല്ലോ. നമ്മളെ ചിലപ്പോ നമ്മളറിയുന്നവരാണെങ്കിൽ വീഡിയോ എടുക്കുന്നില്ല. ഓ ഇപ്പൊ പറ്റതല്ലേ, മറ്റേ ഇൻസ്റ്റഗ്രാമില്ലേ, പിന്നെ നമ്മളെ കോഴി വെറുതെ അതിനൊരു ചാൻസ് ഇപ്പൊ കൊടുക്കാറില്ല. ഓക്കെ. ഈ ഇപ്പൊ കോഴിത്തരം ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ വായി നോക്കുന്നത് ആരാ? നമ്മളിപ്പം എന്തിനെങ്കിലും പോകുമ്പോഴാണെങ്കിലും അത് ആ കാര്യം മാറ്റി വെച്ചിട്ട് ചിലപ്പോ ആരെങ്കിലും കാണുമ്പോ ഇങ്ങനെ നോക്കി നിക്കുന്നത് ആരാ ഏറ്റവും കൂടുതൽ? ഞാൻ നിൽക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ സെയിം ആൻസർ. ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ നല്ലത് നോക്കുന്നു, വളരെ മാന്യമായി ശല്യം ചെയ്യാതെ അങ്ങനെ പോകുന്നു. ആരെയും ശല്യം ചെയ്യാത്ത കോഴികളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണ് ഈ കോഴി? അത് പറഞ്ഞു. കോഴി എന്ന് വെച്ചാൽ കോഴിന്ന് വെച്ചാൽ കോഴിത്തരം നല്ലൊരു ആൺകുട്ടിയെ കേട്ട മസ്താനെ നോക്കൂല്ലേ? ഞാൻ എല്ലാം നോക്കും. അതുപോലെ നമ്മൾ. പക്ഷെ ശരിക്കും ഈ ഗേൾസിനെ നോക്കുന്നതാണ് ലൈക്ക് കൂടുതലായിട്ട് നോക്കുന്നത് ഗേൾസിനെ നോക്കിയാല് അവരെ ആരും ലെസ്ബിയൻസ് എന്ന് പറയില്ല. പക്ഷെ നമ്മളെങ്ങാനും ഒരു ചെക്കനെ നോക്കിയിട്ട് പറഞ്ഞ തീർന്നു. അല്ലെങ്കിൽ ഇവിടെ പക്ഷേ ഗേൾസിനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഉണ്ടോ? പിന്നെ നമ്മളിപ്പോ ചില ഗേൾസിനെ കണ്ടാലും ഇപ്പം ചിലപ്പോ നല്ല ഡ്രസ് ആയിരിക്കും, ഹെയർ സ്റ്റൈലുള്ള അല്ലെങ്കിൽ നെയിൽസ് നല്ല ഡ്രസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും കൂടുതലുള്ള ആള് നീ എനിക്ക് 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാറില്ല, ഞാൻ കാണും. നമ്മളെ ഗേൾസ് ലൈക്ക് ഫ്രണ്ട്സ് ഗാങ്ങിൽ ഗേൾസ് ഉണ്ടാകുമ്പോൾ അവർ നമുക്ക് കാണിച്ചു തരും ചിലപ്പോൾ ആ കുട്ടി കൊള്ളാമല്ലേ, അങ്ങനെ കാണിച്ചു തരാറുണ്ട്. നിങ്ങൾ ഏറ്റവും പാവം? ഞാൻ പറഞ്ഞാൽ തല്ലി തീർക്കാം. നമ്മള് മാത്രം ഉള്ളപ്പോ നമ്മ അങ്ങനെ പാവങ്ങളല്ല. എന്താണ് കുറച്ച് സീനാണ്. എന്താ സീൻ? എന്താ നമ്മളിങ്ങനെ നമ്മൾ ഈ കംഫർട്ട് സോൺ കിട്ടുമ്പോ നമ്മള് കൂതറ സ്വഭാവങ്ങളൊക്കെ കാണും. പാവം ചോദിച്ചാൽ ചിലപ്പോ ഞാനായിരിക്കും പാവം, ചിലപ്പോ ഇവനായിരിക്കും പാവം. ആണോ?
എന്താ അല്ല അങ്ങനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേക്ക് വെറുതെ അത് പ്രശ്നം പറയടാ നാട്ടുകാരെ അറിയട്ടടാ ഞാനപ്പോ വന്നു. പക്ഷെ ശരിക്കും പാവം മുഫാസാന്ന് തോന്നുന്നു തള്ളാറില്ലേ? അത് ഡാൻസ് കളിക്കുമ്പോൾ മാത്രമേ ഞാൻ തള്ളുള്ളൂ. അത് ഇവൻ തെറ്റിച്ചോണ്ടിരിക്കും, ശ്രദ്ധിക്കാണ്ടിരിക്കും ചില സമയത്ത്. അപ്പൊ ഇത് നല്ലൊരു അടിക്കും. അടിക്കും. അങ്ങനെ പറയല്ലേ. നമ്മളെ രാരവി എന്ത് വെച്ചടിക്കണം വടി വെച്ചിട്ട്? അത് BTS ഓടക്കുഴലുണ്ടായിരുന്നു പ്രോപ്പർട്ടി ആയിട്ട്. ഇവനൊരു സ്റ്റെപ്പ് കാണിച്ചു ഞാൻ തെറ്റിച്ചു വെച്ചിട്ട് ഇടിച്ചു. അത് 100 അപ്പൊ പ്രാവശ്യം എന്താ പ്രശ്നം അറിയോ, നമുക്ക് കൂടുതൽ പേടിയാവും, നമ്മൾ തെറ്റിക്കാനുള്ളത് കൂടും. എന്തോ ഭാഗ്യത്തൊരു ഷോട്ട് ഓക്കെ വരും. അപ്പൊ ഇവൻ അത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവനിങ്ങനെ ഞാൻ ലൈക്ക് ക്യാമറ വെച്ചിട്ടുണ്ടാവല്ലോ, നമ്മളിങ്ങനെ ഡാൻസ് ചെയ്യുന്നു. അപ്പൊ ഇവൻ എന്റെ കുറച്ച് പുറകിലുണ്ടാവും, അപ്പൊ എനിക്ക് ഇവനെ കാണാൻ പറ്റില്ലല്ലോ. ലൈക്ക് ഷോട്ട് കഴിഞ്ഞ് ഞാൻ നേരെ ക്യാമറ എടുത്ത് പോയി അവിടെ ഇരുന്ന് ക്യാമറയിൽ ഇങ്ങനെ നോക്കും. ഇവൻ ഇവിടുന്ന് കാരണം ഇവൻ എന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. ഞാൻ ഇങ്ങനെ ആക്കും. അപ്പോഴേ എനിക്ക് സമാധാനം. അതുവരെ ഞാൻ പ്രശ്നമില്ല. അതല്ല ഇവൻ ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പോയി. പിന്നെ അടുത്ത അടിയായിട്ട് വരും. ഏറ്റവും കൂടുതൽ തള്ളാരാ? തള്ള് സ്വയം ഇങ്ങനെ തള്ള് അല്ലെങ്കിൽ ഞാനായിരിക്കും ചിലപ്പോ. തള്ളുന്നല്ല, ഞാൻ കുറച്ച് സെൽഫ് ഒബ്സസ്ഡ് ആണെന്ന് വേണേൽ പറയാം. കാരണം ഞാൻ ബാക്കിയുള്ളവരെക്കാളും ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ സിംഗിൾ വീഡിയോ അതിപ്പോ എല്ലാവരും ചെയ്യുന്ന എന്നെ ലൈക്ക് മാക്സിമം ഭംഗിയായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ച് ഓവർ എന്നെ കുറിച്ച് ഞാൻ സൂപ്പറാ. മുഫാസ് പറ, എന്താ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നേ ശ്രീഹരിയുടെ അടുത്ത് നിന്ന് കേട്ട തള്ളു? ആൻഡ് ബോഡി ആൻഡ് ഫിഗർ, അതാണ് ഫേസ്. അതെല്ലാം ഓൾമോസ്റ്റ് പറയുന്നത് തന്നെയാണ്. പക്ഷെ അതൊക്കെ ഉള്ള കാര്യമാണ്. തള്ളെന്ന് പറയാൻ തള്ളെന്ന് പറയാൻ എല്ലാം ഉള്ള ആഴ്ച പറഞ്ഞതിൽ ഏറ്റവും നല്ല കാര്യം എന്താ ആ പാട്ടിലൂടെ ഇല്ലാത്ത കാര്യം പറയുമ്പോഴല്ലേ തള്ള. അത് പറഞ്ഞതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. എന്നാലും അങ്ങനെ തള്ളി മരിക്കാറൊന്നുമില്ല. ഇല്ലില്ല, ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന അതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ എന്റെ വായന ഇങ്ങനെ വീഴാൻ എന്തൊന്നും വീഴാത്തേ അല്ല, ഉള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഇല്ലാത്തൊന്നും പറയാറില്ല. ഇല്ല, അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആലോചിച്ചിത്രം പറട്ടോ. വേറെ അടുത്തൊന്നും പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല. നിങ്ങള് പെൺകുട്ടികളെ കാണുമ്പോ ഏറ്റവും ആദ്യം ക്രഷ് അടിക്കുന്ന ആർക്കാ? എനിക്കല്ല. അതിപ്പോ ഇവൻ അടിക്കാറുണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. പറയാറില്ല. പറയുന്നതാരാ? അത് ചിലപ്പോ രണ്ടാളുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ. ഒരേ സമയത്തായിരിക്കും ഇവന്റെ ടൈപ്പ് ആയിരിക്കത്തില്ലല്ലോ എന്റെ ടൈപ്പ്. അപ്പൊ ഇപ്പൊ ചോദിക്കും എന്താ ടൈപ്പ്? നമ്മള് ശ്രീഹരിയുടെ ടൈപ്പ് കേട്ടില്ല. അങ്ങനെയൊന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നടക്കുന്ന പെൺപിള്ളേരൊക്കെ എനിക്ക് ഇഷ്ടം. അത്രേ ഉള്ളൂ. നല്ല ഡ്രസ്സിങ് ഞാൻ മാക്സിമം അതായിരിക്കും ചിലപ്പോൾ ആദ്യം നോട്ട് ചെയ്തിട്ടാവല്ലേ. പിന്നെ നല്ല മുഖം, ലൈക്ക് ഐശ്വര്യമുള്ള മുഖം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ. ഗേൾസിന് ഏറ്റവും കൂടുതൽ ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ആരോടാ? ആണോ? കാരണം ഞാൻ കുറച്ച് മുന്നേ തുടങ്ങിയില്ല. ഇവൻ ഇപ്പോഴാണല്ലോ എന്റെ കൂടെ നമ്മള് രണ്ട് ഈ കോംബോ തുടങ്ങിയിട്ട് ഇപ്പൊ അത്രല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഇവന് വന്നോളും. ഇനി വന്നോളും, പേടിക്കണ്ട. ചിലപ്പോ കല്യാണം ചിലപ്പോ അതിലൂടെയാണ് നടക്കുന്നെങ്കിലോ. മസ്താനി ത്രൂ കിട്ടിയാൽ. ഓക്കെ, പെൺകുട്ടികളെ കണ്ട ജാട ഇടുന്നത് ആരാ? അതിപ്പം അത് അവരുടെ അപ്രോച്ചിലിരിക്കും. അപ്പം വളരെ നല്ല ഹാപ്പി ആയിട്ട് വന്നിട്ട് ചേട്ടാ കൊള്ളാം വീഡിയോ ഒക്കെ കാണാറുണ്ട്. ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, നമ്മളും നല്ല രീതിയിലാണ്. അവര് ഭയങ്കരമായിട്ട് വന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തോന്നുമോ? ഇല്ലല്ലോ. ഇൻട്രോവേർട്ട് ആരാ? രണ്ടാള് പോടാ. ഈ ഇവൻ കുറച്ച് റിസർവ്ഡ് ആണെന്ന് എന്നോട് ആൾക്കാർ ഇങ്ങനെ പറയും. ഞാനല്ല, ഞാൻ എല്ലാവരും പറയും ഏയ് ഹായ് ഗൈസ് ഇങ്ങനെ ചില്ലാവും. ഇവൻ അങ്ങനെ കോളേജ് ടൈമിൽ ഇവൻ അങ്ങനെ അധികം, പക്ഷെ കമ്പനി ആയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി. അങ്ങനെയാണ് ഇപ്പൊ ഇവൻ ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. ഏറ്റവും കൂടുതൽ മേക്കപ്പ് ഇടുന്ന ആരാ? നമ്മളില്ല മേക്കപ്പ് ഒന്നും ഇടാറില്ല. ബേസിക് ആയിട്ടുള്ള ഫേസ് വാഷ്, അങ്ങനത്തെ ലൈക് ബേസിക് സ്കിൻ കെയർ ആയിട്ട്. ടോണർ ഒന്നുമില്ല, ഒരു സെറം ഉണ്ട്, അത് ലൈക് സൺസ്ക്രീൻ ബേസിക്സ്. സ്കിൻ കെയർ നോക്കുന്ന ആരാ ഏറ്റവും കൂടുതൽ? ഇപ്പൊ രണ്ടുപേരും നോക്കുന്നുണ്ട് കുറച്ച്, പക്ഷെ അത്ര സീരിയസ് ഒന്നുമല്ല. ഞാൻ ലൈക്ക് വെരി റെഗുലർ ആയിട്ട് ചെയ്യുന്നൊന്നുമല്ല, വല്ലപ്പോഴും അങ്ങനെയുള്ളൂ. എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു സ്കിൻ? ഞാൻ ആദ്യമായിട്ടാ ബോയ്സിന്റെ സ്കിൻ കെയർ
ചോദിക്കുന്നല്ലേ ചോദിക്കാൻ പോകുന്നേ. കാരണം ഗേൾസിന്റെ കൊറേ നമ്മൾ ചോദിക്കും, കൊറേ സാധനങ്ങളുടെ ലിസ്റ്റ് പറയും. ഞാൻ അത്രയൊന്നും യൂസ് ചെയ്യാറില്ല, പക്ഷെ ചിലതൊന്നും നമ്മൾ കേൾക്കാത്ത സാധനങ്ങളായിരിക്കും. പക്ഷെ ബോയ്സിന്റെ ഏത് സാധനവും എന്തോ ഓക്കെ. ബോയ്സിന്റെ ആദ്യമായിട്ടാ ഞാൻ കേൾക്കാൻ പോകുന്നത്. പറയൂ, എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുന്നത്? എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും? ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത്രേ ഉള്ളൂ. പിന്നെ ലിപ് ബാം, അത് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആവും, അത്രേ ഉള്ളൂ. മോർണിംഗ് നൈറ്റ് അങ്ങനെയില്ല. മോർണിംഗ് ഓഫീസ് പോകുന്നതിന് മുമ്പ് അത് ടൈം വൃത്തിക്ക് കിട്ടുകയാണെങ്കിൽ. ബെഡ് ടൈം സ്കിൻ കെയർ ഉണ്ടോ? ഒരു നൈറ്റ് ഒരു സെറം ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ അത് യൂസ് ചെയ്യും. നൈറ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്യും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ആഡംബരമായി ജീവിക്കുന്ന ആൾക്കാരൊന്നല്ല കറന്റ്ലി. അല്ല, ശ്രീഹരിയുടെ എന്താ സ്കിൻ കെയർ? സെയിം ബേസിക് പറഞ്ഞു മോയ്സ്ചറൈസർ. എന്തിനാ വിളിച്ചു വെക്കണേ? ഇല്ല, അത് എന്തെങ്കിലും വേണ്ടേ ബാങ്ക് ബാലൻസ് ഒന്നും ചോദിച്ചില്ലല്ലോ. ചോദിച്ചാലും പറയാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, ഇല്ല. മൈനസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. നിന്റെ അല്ലേ? ഇവനിപ്പം അടുത്ത പ്രൊമോഷൻസ് ഒക്കെ കിട്ടി കേട്ടോ, 1-2 പ്രൊഡക്ട്സിന്റെ ഒക്കെ കിട്ടി. അതിന്റെ പേയ്മെന്റ് ഇന്നലെ വന്നേ ഉള്ളൂ. ഐ സപ്പോർട്ട്. സ്കിൻ കെയർ എന്താ? ഫേസ് വാഷ്, പിന്നെ എന്തുവാ ഫേസ് വാഷ് എൻ്റെ എന്താ യൂസ് ചെയ്യുന്നത്? മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ ഒരു സെറം, പിന്നെ സൺസ്ക്രീൻ പുറത്തൊക്കെ വരുമ്പോൾ. അത്രേ ഉള്ളൂ. നൈറ്റ് ടൈം ആണെങ്കിലും മിസ്റ്റർ പെർഫെക്റ്റ് കണ്ടാൽ എന്നെ തോന്നുമെങ്കിലും അതിപ്പോ ഏത് സാഹചര്യത്തില ഇപ്പൊ കണ്ടാൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുമെങ്കിലും ഇവർ അങ്ങനെയല്ല. ആരും പെർഫെക്റ്റ് അല്ലല്ലോ മസ്താനി, എല്ലാവർക്കും എങ്ങനെയാ വെൻ ഇറ്റ് കംസ് ടു ഡാൻസ് നമ്മൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ചെയ്യണം. നല്ല അതല്ലേ. ഏറ്റവും ഫസ്റ്റ് ഇൻകം എന്തായിരുന്നു സോഷ്യൽ മീഡിയന്ന്? എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു? ഇവന് മാത്രമേ ഇട്ടിട്ടു എനിക്ക്. ഇവൻ അങ്ങനെ അടിമപ്പണി മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഇവനെ എന്തെങ്കിലും കിട്ടുന്നതെന്ന് എനിക്കെന്തെങ്കിലും തന്നാലായി അല്ലേ? തരാറുണ്ടോ? ഇല്ല. ഇവനെ ഞാൻ പൊന്നുപോലെ നോക്കണില്ലേ? 4 നേരം ഫുഡ്, താമസിക്കാൻ സ്ഥലം, കുളിക്കാൻ സോപ്പ്, എന്റെ എല്ലാ സാധനം ഇവൻ എടുക്കും എന്റെ പോലെ തന്നെ. അല്ല, നമ്മള് ചോദ്യത്തിൽ നിന്ന് വിട്ടുമാറി. വളരെ നൈസായിട്ട് ഫസ്റ്റ് ഇൻകം ഫ്രം സോഷ്യൽ മീഡിയ. പ്രൊമോഷൻ തന്നെ, പൈസ ഒന്നും പറയണ്ടല്ലോ. എന്നാലും വേണ്ട ആവറേജ് ബിലോ 10. എന്ത് പ്രൊഡക്റ്റ്? കാരണം ആ സമയത്ത് ഫോളോവേഴ്സ് എത്ര ഉണ്ടായിരുന്നുള്ളൂ, വ്യൂസ് ഒക്കെ എത്ര ഉണ്ടാവും. പക്ഷെ ഡാൻസ് പിന്നെ കൊള്ളാവുന്നതുകൊണ്ട് ആൾക്കാർ ചെയ്തു. പിന്നെ ഇപ്പൊ റീസെന്റ് അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ വന്ന ഒരു കമന്റ് ആണ്, ഇതിൽ ആര് നോക്കും എന്നാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ആരാണോ ഇഷ്ടം നിങ്ങൾ അവരെ നമ്മൾ അങ്ങനെ എന്നെ നോക്കും പറയില്ല. നിങ്ങൾ ആരാണോ പറയുന്നുണ്ട് എന്നെ നോക്ക്. അപ്പോഴും നീ എന്നെ ഒറ്റയ്ക്ക് സിംഗിൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, എന്നെ ഇതിൽ മാത്രമല്ല കാണുന്നത്. എന്താ സിംഗിൾ വീഡിയോ ചെയ്യാത്തെ? ചെയ്യണം. ഇനി മുതൽ മുഫാസിന്റെ സിംഗിൾ വീഡിയോസും വരുന്നതായിരിക്കും. പക്ഷെ അതിന്റെ പണി ഞാൻ എടുക്കണം, അതാ പ്രശ്നം. തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്യണം, ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കണം, എല്ലാം ചെയ്ത്. ഓക്കെ. എന്തുകൊണ്ടും പെൺകുട്ടികളുടെ പട്ടി ഷോയിനേക്കാളും 100 മടങ്ങ് മികച്ച ഐറ്റമാണ് നിങ്ങളുടെ ഡാൻസ്. ശരിക്കും വന്ന കമന്റാ. ഡെവിൽ കാർലൂസ് പടവീട് 94. അല്ലല്ല, ഫോട്ടോ കിട്ടിട്ടുണ്ടോ? റിയലാ? താങ്ക് യു ബ്രോ. ഫേവറേറ്റ് ഡാൻസർ ആരാ ഇൻസ്റ്റഗ്രാമിലെ? കുറെ ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ബോയ്സും ഉണ്ട്, ഗേൾസും ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. ഡാൻസ് മാത്രം ചെയ്യുന്ന ആളാണോ? റംസാൻ ഡാൻസ് ഒക്കെ റംസാൻ നമുക്കറിയാം. എനിക്കറിയാന്ന് വെച്ചാൽ ഞാൻ റംസാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. റംസാന്റെ കൂടെ പുറകിൽ നിന്നിട്ട് ഒരു റീല് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പം ചെറിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തല്ലേ, ഡാൻസിങ് വിത്ത് മൈ ഫോളോവേഴ്സ്? അത് അതങ്ങനെ സീരീസ്, അതിന്റെ കഥ എന്ന് വെച്ചാൽ ഞാൻ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് ഒരു പണ്ട് മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന ആ കുട്ടി, ആ വീഡിയോയിലുള്ള കുട്ടി ഇങ്ങനെ ചേട്ടാ കാണാൻ പറ്റുമെന്ന് മെസ്സേജ്. അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, നമ്മളെല്ലാവരും കൂടി പോയി കണ്ടു. എന്തൊക്കെയാ അറിയണം, തെറ്റിദ്ധരിക്കണ്ട തിരിച്ചിട്ടാ. എന്നിട്ട് ആ കുട്ടീനെ കണ്ട് സംസാരിച്ചാണ് ഇങ്ങനെ പോവാന്ന് കയറുന്നത്. എനിക്ക് ഡാൻസ് കളിക്കണം, നിർബന്ധിച്ച് കളിപ്പിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ആ സോങ് ട്രെൻഡിങ് ആയിരുന്നു.
അത് അങ്ങനെ ചെയ്തു. അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് ലൈക്ക് ദിസ് ഇസ് ഡാൻസിങ് വിത്ത് മൈ ഫോളോവേഴ്സ് സീരീസ് എന്നല്ല, അങ്ങനെ ഞാൻ ചുമ്മാ വായി തോന്നി പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ സീരീസ് തുടങ്ങിയല്ലേ, ലൈക്ക് ചേട്ടാ നമ്മളും ബാംഗ്ലൂരാണ്, നമുക്ക് ലൈക്ക് കാണാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ. ഞാൻ ഫോളോവറാണ്. അപ്പോൾ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ആ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. പക്ഷെ ഡിസ്റ്റൻസും സമയമൊക്കെ പ്രശ്നമായതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാ വീക്കെൻഡും നമ്മൾ ഒരുമിച്ച് നമ്മുടെ സാധനം ചെയ്യണ്ടേ. ഈ പോസിറ്റീവ് കമന്റ്സ് പോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഹേർട്ട് ചെയ്ത എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഇത് തന്നെ, ആൾക്കാർ നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ വന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഇവരിങ്ങനെ വെറുതെ. കാരണം നമ്മൾ ആരോടും അങ്ങോട്ട് പോയിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നല്ല കണ്ടന്റ് നല്ലതെന്ന് വിശ്വസിക്കുന്നു, അത് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും ആൾക്കാർ മോശമായിട്ട് സംസാരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യും. നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. ചിഞ്ചുമോൾ അവള് നമ്മളുടെ ജൂനിയർ ആണ് കോളേജിലെ ജൂനിയർ കുട്ടി, നന്നായിട്ട് ഡാൻസ് ചെയ്യും. അവള് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചെയ്തു. ഈ സോങ് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നിന്നായിരുന്നു. ആക്ച്വലി അതിൽ 1 2 3 4 പറയുന്നത് ഞാനാണ്. ക്യാമറയുടെ പുറകിൽ ഉള്ള നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇൻസ്റ്റഗ്രാം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിന്റെ ക്യാപ്ഷൻ തന്നെ തീ കൊളുത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ? നമുക്ക് അതൊന്ന് കാണാം. എന്തൊക്കെ ചെയ്യോ? പിള്ളേര് കൊള്ളാല്ലേ? കൊള്ളാം, നല്ല പിള്ളേര്. ഇതിന്റെ എക്സ്പ്രഷൻസ് ഒക്കെയാ ഇതിന്റെ നല്ല മൊത്തത്തില്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇവര് കമന്റ്സ് ഇടുന്നത് ആക്ച്വലി കറക്റ്റാ. സാധാരണ ഗേൾസിന് പോലും വരാത്ത അത്രയും ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വെത്തറിയാ. എവിടെന്ന് എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യോ? ഇന്ന സ്ഥലത്ത് ഇന്നത് ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണട? ചില സമയത്ത് ഇങ്ങനെ അധികം ചിരിക്കണ്ട, കുറച്ച് സീരിയസ് ആറ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ പറയും. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവൻ ചിരി കുറച്ച് കുറവാ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ശരിയാ, ചിരി ഇപ്പോഴും ചിരി കുറവാ. അല്ല ഇപ്പോഴും ഇന്റർവ്യൂല്ലോ മസ്തനിക്കണ്ടെന്നാണോ? അല്ല, മറ്റേ സിഗ്മ ആറ്റിറ്റ്യൂഡ് ഇട്ടാലല്ലേ ചുഗമയാണ്. അല്ല, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മള് ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ കേറി വരുന്നതാ. ഡാൻസ് കളിക്കുമ്പോ ഞാൻ ഇവനോട് പറയുന്നതാണ്, ചിരിക്കി ചിരിക്കി ചിരിക്കി, കോൺഷ്യസ് ആവില്ല, ചിരിക്കി. ഓക്കെ. നമുക്ക് ഒരു വീഡിയോയും കൂടി കാണാം. ഇതിന് കൊള്ളാം, പിള്ളേര് കൊള്ളാം. 200 രൂപയുടെ ഷർട്ടാണത്. ഇപ്പൊ അവരുടെ കാലല്ലേ നോക്കി. ഇതോ ആ പറഞ്ഞ പോലെയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ലൈവായിട്ട് കണ്ടിട്ട് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ ഈ കോസ്റ്റ്യൂംസിന്റെ കാര്യം, അപ്പൊ നമ്മൾ എക്സ്പ്രഷൻ പ്രാക്ടീസ് എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴും കോസ്റ്റ്യൂംസും ഒരു മെയിൻ ഇമ്പോർട്ടൻസ് അല്ലേ ഉള്ളൊരു സാധനമാണ്. എങ്ങനെയാ കോസ്റ്റ്യൂം സെലക്ഷൻ ഒക്കെ? നമ്മള് മാക്സിമം സെയിം ആക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതില് നമ്മള് ഇട്ടതിൽ കൂടുതൽ നമ്മുടെ കയ്യിലുള്ള തന്നെയാ, ലൈക്ക് അതിന് വേണ്ടി വാങ്ങിച്ചൊന്നുമല്ല. പക്ഷെ ഇതിപ്പം കണ്ട വീഡിയോ ഫീലിങ്സിലുള്ളത് നമ്മള് ആ കൈൻഡ് ഓഫ് ഒരു സിമിലാരിറ്റി വേണം. ലൈക്ക് പുഷ്പ അറിയാലോ കോറിയോഗ്രാഫി, സോറി കോസ്റ്റ്യൂം എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഏകദേശം എന്തെങ്കിലും ഒരു പുഷ്പിക്കുന്ന സാധനം, അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പുഷ്പിക്കുന്നത് അതായതുകൊണ്ട് അതെടുത്തു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. Thanks to you Mastani for calling us, for having us here. അപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് അവര് വന്നത്.
ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പോണം കേട്ടോ. ഇല്ല കൊച്ചിയിലൊക്കെ കറങ്ങി അധികം കറങ്ങണ്ട. നമ്മൾ ഇന്ന് രാത്രി തന്നെ റിട്ടേൺ ആണ്. അല്ല നമ്മള് ലൈക്ക് മസ്താനിയെ കണ്ട സന്തോഷം നമ്മളൊന്ന് ലൈക്ക് അടിച്ചു ആസ്വദിക്കണ്ട. എന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു പോണം. ഇവിടെ നിൽക്കരുത്. പറഞ്ഞേക്കാണോ? അല്ല, ഞങ്ങളുടെ ഇന്റർവ്യൂ ഇറങ്ങിയിട്ടാണെങ്കിൽ വേറെ ചാനലിലോട്ടൊന്നും പോകരുത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് എല്ലാവിധ ആശംസകളും. Thank you. അടിപൊളിയായിട്ട് ഈ പരിപാടി, ഡാൻസ്, എന്താ ജോബ് എല്ലാം. ആൻഡ് മുഫാസിന് നല്ലൊരു കുട്ടീനെ കിട്ടട്ടെ. വേണമെങ്കിൽ സ്വീകരിക്കുന്ന അവസാനം എനിക്ക് കിട്ടാണ്ടാവും. പ്രായമായിട്ടില്ലല്ലോ, ടൈം ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോ അതായി. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.